നോക്കാൻ പോകുന്നത് എങ്ങനെ അവൈലബിലിറ്റി നോക്കാമെന്നാണ്. അതായത് ഓരോ ഐറ്റമിൻ്റെ സൈഡിൽ ഒരു ടോഗിൾ കാണാം. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ നമ്മുടെ കാറ്റഗറീസ് ആണ്. സാലഡ്സ്, ബെവറേജസ്, ലഞ്ച് സ്പെഷ്യൽസ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കാറ്റഗറി ലഞ്ച് സ്പെഷ്യലാണ്. അപ്പോൾ ഇതിൽ ഇതൊക്കെയാണ് എൻ്റെ ഐറ്റംസ്. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണി എനിക്ക് ആ പീക്ക് ഉച്ച ടൈമൊക്കെ കഴിഞ്ഞു. 3 PM 4 PM ആയി. ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കായി. ഇനിയിപ്പോൾ ഇത് അവൈലബിൾ അല്ല. അപ്പം ഞാൻ എങ്ങനെ കാണിക്കും? സോ ഞാൻ ഈ ഏറ്റവും മുകളിൽ മാനേജ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഈ റൈറ്റ് സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലഞ്ച് സ്പെഷ്യൽസ് കാണാം. ഈ കാറ്റഗറി ഞാൻ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. ഈ ഐറ്റംസിൽ ഓരോ ഐറ്റമിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ടോഗിൾ ബട്ടൺ കാണാം. അത് ഓഫ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഐറ്റം അൺഅവൈലബിൾ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ബാക്ക് അടിക്കുന്നു. ഇത് നമ്മുടെ കസ്റ്റമറിൻ്റെ മെനുവിൽ റിഫ്ലക്റ്റ് ആയിക്കോളും. ഇത് ഞാൻ ഡാഷ്ബോർഡ് എടുത്തു. കസ്റ്റമറിൻ്റെ മെനു നോക്കുവാണെങ്കിൽ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഈ വ്യൂ മെനു കാണുന്നില്ലേ, ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓഫേഴ്സ്, മസ്റ്റ് ട്രൈ, സാലഡ്സ്, ബെവറേജസ്, ലഞ്ച് സ്പെഷ്യൽസ്. ഈ ലഞ്ച് സ്പെഷ്യൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ചിക്കൻ ബിരിയാണി കാണുന്നില്ല. ഇനി ടോഗിൾ ബട്ടൺ ഓൺ ചെയ്ത് കാണിച്ചു തരാം. അഗൈൻ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മെനു നോക്കുന്നു, ലഞ്ച് സ്പെഷ്യൽസിൽ പോകുന്നു. ഇവിടെ ഏറ്റവും ടോപ്പിൽ മാനേജ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നു. ലഞ്ച് സ്പെഷ്യൽസ് എടുക്കുന്നു. ചിക്കൻ ബിരിയാണി ടോഗിൾ ബട്ടൺ ഓൺ ചെയ്യുന്നു. ഐറ്റം അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കസ്റ്റമറിൻ്റെ ആപ്പിലും അപ്ഡേറ്റ് ആയിക്കോളും. ഡാഷ്ബോർഡിൽ പോകുന്നു. വ്യൂ മെനു ഈ റൈറ്റ് സൈഡിൽ അടിക്കുന്നു. ലഞ്ച് സ്പെഷ്യൽസ്, ചിക്കൻ ബിരിയാണി. കണ്ടോ? ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്.